You are listening to Kerala's number one FM, Club FM. This is Love Bites with Renu. Love makes your soul crawl from its hiding place. പ്രണയത്തിന് എത്രത്തോളം ശക്തി ഉണ്ടെന്ന് മനസ്സിലാകണമെങ്കിൽ ഒരിക്കലെങ്കിലും പ്രണയിക്കണം. പുറത്തു നിന്ന് നോക്കുന്നവന് ഒരിക്കലും പ്രണയം മനസ്സിലാകില്ല. അവൻ ഒരുപാട് പറഞ്ഞു നോക്കി, തൻ്റെ പ്രണയം മനസ്സിലാക്കി കൊടുക്കാൻ, തൻ്റെ മനസ്സ് മനസ്സിലാക്കി കൊടുക്കാൻ, തൻ്റെ ആഗ്രഹം, തൻ്റെ ആശ, തൻ്റെ പ്രതീക്ഷ എല്ലാം മനസ്സിലാക്കി കൊടുക്കാൻ അവൻ ഒരുപാട് ശ്രമിച്ചു. വീട്ടിൽ വന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു, അച്ഛനെയും അമ്മയെയും കൺവിൻസ് ചെയ്യാമെന്ന് പറഞ്ഞു. പറഞ്ഞത് മാത്രം ബാക്കി, ഒന്നിനും അവൾ വഴങ്ങിയില്ല. അതേസമയം അവൻ്റെ വീട്ടിൽ അവന് കല്യാണാലോചനകൾ പലതും വന്നു തുടങ്ങി. ഉത്തരം മാത്രം അവളുടെ കയ്യിൽ നിന്ന് കിട്ടിയില്ല. ഇവിടെ പ്രശ്നം വീട്ടുകാർക്കോ അതോ പ്രണയിനിക്കോ? അവൻ എത്ര ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ടും അവളെന്തിനാ തടയുന്നേ? ഇതുവരെ അവൾ കാണിച്ചതെല്ലാം അപ്പോൾ കാപട്യമല്ലായിരുന്നോ? ചിലരിങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് വരും കേട്ടോ. നമ്മളെ തന്നെ അവർക്ക് കൊടുക്കും, നമ്മുടെ സമയം, നമ്മുടെ എനർജി, നമ്മുടെ ജീവിതത്തിലെ എല്ലാ നിമിഷവും. എന്നിട്ട് അവസാനം അവർ ഒരു വിലയില്ലാതെ കറിവേപ്പില പോലെ നമ്മളെ വലിച്ചെറിയും. പ്രണയത്തിലെ ഒരു വലിയ വേദനയാത്. ദിസ് ഇസ് ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM വിത്ത് ടൺ കണക്കിന് റൊമാൻസ്. ലവ് ദാറ്റ് ഇസ് നോട്ട് മാഡ്നസ് ഇസ് നോട്ട് ലവ്. പ്രണയിക്കുമ്പോൾ ഭ്രാന്തമായിട്ട് വേണം പ്രണയിക്കാൻ, അല്ലാത്തതൊന്നും പ്രണയമല്ല. ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ് കൂടെ റീനു. ഭ്രാന്തമായി തന്നെ പ്രണയിക്കാം, പക്ഷേ ആ പ്രണയം തിരികെ കിട്ടാതെ വരുമ്പോഴോ? എത്ര ആലോചനകൾ വന്നിട്ടും അവൻ്റെ മനസ്സ് പതറിയില്ല, അവൻ്റെ മനസ്സ് വഴങ്ങിയില്ല എന്ന് പറയുന്നതാണ് സത്യം. അവൻ്റെ പ്രണയം അവൾ മനസ്സിലാക്കുമെന്ന് കരുതി കുറേ നാളുകൾ അവൻ കാത്തിരുന്നു. തള്ളി നീക്കി. ആഴ്ചകളായി, മാസങ്ങളായി. ഓരോ ദിവസവും തൻ്റെ പ്രണയം അവളെ അറിയിക്കാൻ, അവളില്ലാതെ തനിക്കൊരു ജീവിതമില്ല എന്ന് അവളെ മനസ്സിലാക്കി കൊടുക്കാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ പെണ്ണൊരു വിചിത്ര ജന്മമാണ്. അവൾ അവളുടെ തീരുമാനം മാറ്റിയില്ല. അവൾ അവനെ മനസ്സിലാക്കിയില്ല. ഉറങ്ങുന്നവനെ ഉണർത്താം, ഉറക്കം നടിക്കുന്നവനെയോ? പ്രണയം മനസ്സിലാകാതെയാണ് ഒരാൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഓക്കെ, മനസ്സിലാക്കിക്കാം. അയാൾക്ക് നമ്മുടെ പ്രണയത്തിൻ്റെ ഇൻറ്റൻസിറ്റി മനസ്സിലാക്കാൻ പറ്റാതിരിക്കുകയാണെങ്കിൽ പല പല വഴികളിലൂടെ നമുക്ക് മനസ്സിലാക്കിക്കാനായിട്ട് ശ്രമിക്കാൻ പറ്റും. പക്ഷെ എനിക്കത് മനസ്സിലാകണ്ട, എനിക്കവനെ വേണ്ട എന്ന് മനസ്സ് പറയുകയാണെങ്കിലോ? അങ്ങനെയുള്ള ഒരാൾക്ക് എന്തെങ്കിലും ആ പ്രണയം മനസ്സിലാക്കാൻ പറ്റുമോ? അയാൾ മനഃപൂർവ്വം മനസ്സടച്ചു വെച്ചിരിക്കുകയല്ലേ മനസ്സിലാക്കാതിരിക്കാനായിട്ട്. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ കൂടെ റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ലവ് മീൻസ് ടു കമ്മിറ്റ് യുവർ സെൽഫ് വിതൗട്ട് ഗ്യാരണ്ടി. ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ് കൂടെ റീനു. എത്ര സത്യം! ഒരു ഗ്യാരണ്ടി ഇല്ലാതെ നമ്മൾ പ്രണയത്തിലാവുന്നത്. എന്നാൽ പോലും ഈ പ്രണയം നമ്മൾ തിരിച്ച് പ്രതീക്ഷിക്കത്തില്ലേ? ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ, മഴ, വേനൽ, ശിശിരം, കാലങ്ങളോളം അവൾക്ക് വേണ്ടി അവൻ കാത്തിരുന്നു. പക്ഷെ അവൾ വന്നില്ല. ഒന്നും മാറിയില്ല. അവൻ എത്രയൊക്കെ പറഞ്ഞിട്ടും അവൾ അവളുടെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു. പതുക്കെ പതുക്കെ അവൻ്റെ ആരോഗ്യം നശിച്ചു തുടങ്ങി. അങ്ങനെ ഒരു ദിവസം അവന് തന്നെ നഷ്ടപ്പെട്ടു തുടങ്ങി. അവനിൽ നിന്ന് അവൻ തന്നെ അകന്നു തുടങ്ങി. എപ്പോഴോ ഏതോ ഒരു ദിവസം അവനെ തന്നെ നഷ്ടപ്പെട്ടു. അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ട ആളെ കിട്ടാതെ വരുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുക. എല്ലാം കൊടുത്തിട്ടല്ലേ അവൻ അവളെ പ്രണയിച്ചേ? അവളവൻ്റെ സ്വന്തമാണെന്ന് അവൻ വിചാരിച്ചു പോയില്ലേ? അവൾക്ക് വേണ്ടിയല്ലേ അവൻ പഠിച്ചത്, വളർന്നത്, വലുതായി വലിയൊരു നിലയിലെത്തി? എല്ലാം അവൾക്ക് വേണ്ടിയല്ലേ? അവളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടല്ലേ? അവൾ ചെയ്തത് ശരിയാണോ? തകർക്കുകയല്ലേ ചെയ്തേ അവനെ? ഇല്ലാതാക്കിയില്ലേ അവനെ? ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. കേരളത്തിൻ്റെ നമ്പർ 1 FM ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ് കൂടെ റീനു. I might fade into a small memory of her life. It's okay. I might be one drop in her whole ocean. It's okay. I might be one chapter in her gigantic novel. It's okay.
But she's my amour, my love. I love her no matter what. One never forgets their first real love. And she was mine. I'll keep her in my heart and in my mind forever. അവസാനം വരെ അവൾ എൻ്റെ ഉള്ളിലുണ്ടായിരിക്കുമെന്ന്. Before I leave from Club FM's Love Bite, let me say, love, keep loving and keep listening to Love Bites on Club FM. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. Good night. Take care.